മാഡം, അങ്ങനെ പ്രോട്ടീൻ പൗഡറിനെ പറ്റിയുള്ള പേടി മാറിക്കിട്ടി. അപ്പോൾ എല്ലാവരും പറഞ്ഞ് വില്ലനാക്കിയ ക്രിയാറ്റിനോ? ആ, നല്ല ചോദ്യം. ഇതിൻ്റെ അടുത്ത് ഒരുപാട് പേരായി ചോദിക്കുന്നു. അപ്പൊ വിശദമായിട്ട് പറയാം. പക്ഷെ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ ഇതിന് ആൻസർ തരുമ്പോൾ റിസർച്ച് ആൻഡ് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ വേണ്ടേ? അതല്ല അതിന്റെ ശരി. കാരണം ഈ ക്രിയാറ്റിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. എല്ലാറ്റിന്റെയും കൺക്ലൂഷൻ ഒന്നേ ഉള്ളൂ: ധൈര്യമായിട്ട് എടുക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സപ്ലിമെന്റ്. ഇപ്പൊ ഒരു കാര്യം ഓർത്തത്, ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കിഡ്നി ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ കൂടി ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന കാര്യമാണോ ഈ സപ്ലിമെന്റ് എടുക്കാൻ പറയുന്നത്? ഇതെന്നോട് ഒരാള് ചോദിച്ചതാ. അപ്പൊ ആദ്യമേ പറയട്ടെ, ഇത് ക്രിയാറ്റിൻ, മറ്റേത് ക്രിയാറ്റിനിൻ, രണ്ടും രണ്ടാണ് കേട്ടോ. ഇനി ക്രിയാറ്റിനെ കുറിച്ച് NIH വെബ്സൈറ്റിൽ തന്നെയുള്ള വേൾഡ് വൈഡ് ആയിട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങൾ, RCTയുടെ റിപ്പോർട്ട്സ് വെച്ചുകൊണ്ട് തന്നെ പറയാം. പക്ഷെ അതിനു മുമ്പ്, എന്താണ് ക്രിയാറ്റിൻ? ക്രിയാറ്റിൻ നമ്മുടെ മസിൽ കൺട്രാക്ഷനൊക്കെ എനർജി സോഴ്സ് ATP അതിന് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ട് ബോഡിയിൽ തന്നെ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. അല്ലാതെ പുറത്തുനിന്ന് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ബീഫ്, ഫിഷ് മുതലായ ഫുഡിൽ നിന്നൊക്കെയാണ് ഇത് കിട്ടുന്നത്. കൂടാതെ കുറച്ച് ബോഡി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. സ്റ്റോർ ചെയ്യുന്നത് മസിലിലും ബ്രെയിനിലും ഒക്കെയാണ്. പലരിലും ഇതിന്റെ സ്റ്റോർ അഡിക്വേറ്റ് അല്ല, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനൊക്കെ. കൂടാതെ ബോഡി പെർഫോമൻസ് ആവശ്യമുള്ള ആൾക്കാർ, അത്ലറ്റ്സ്, സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് പേഴ്സണാലിറ്റീസ്, ഇവർക്കൊക്കെ ഇതിന്റെ നീഡ് ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് സപ്ലിമെന്റ് എടുക്കാം. അതിലൊരു തെറ്റുമില്ല. ബിക്കോസ് പ്രൂവ്ഡ് എഫിഷ്യൻസി 100% ആണ്. ഇതിന്റെ യൂസിന്റെ പഠനങ്ങളൊക്കെ കണ്ടോ? ഇവ ആളുകളിൽ മെയിൻലി മസിൽ ബൾക്ക് ചെയ്യുക എന്നതിനേക്കാളും വർക്കൗട്ട് ചെയ്യാനുള്ള എൻഡ്യൂറൻസ് കൂട്ടും, അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യും, സ്ട്രെങ്ത് കൂട്ടും, ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യും, റിക്കവറി പോലും ഫാസ്റ്റ് ആക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. എന്നാൽ ഇത് സ്പോർട്സിന് മാത്രമാണോ? അല്ല. ക്രിയാറ്റിൻ ഇൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് നോക്കൂ. ബ്രെയിനിലും ഇതിന്റെ സ്റ്റോർ നീഡഡ് ആയതുകൊണ്ട് തന്നെ ഈ സപ്ലിമെന്റ്സ് ഏജിങ് പ്രിവെന്റ് ചെയ്യാം, ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്. പാർക്കിൻസോൺസും പോലുള്ള കണ്ടീഷനിലൊക്കെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുമെന്ന് ചില സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ്, ഈവൻ പ്രഗ്നൻസിയിൽ പോലും ഈ സപ്ലിമെന്റ്സ് ഇഫക്റ്റീവ് ആണെന്ന് കാണിക്കാനുള്ള റിസർച്ചസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു അനബോളിക് സ്റ്റിറോയിഡ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഈവൻ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് സ്പോർട്സ് ന്യൂട്രീഷൻ, സ്പോർട്സ് ഈവൻറ്റൊക്കെ ലീഗലി അലൗഡ് ചെയ്തിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ്. സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ഫോമാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇത്രയും സ്റ്റഡീസ് നോക്കിയിട്ടും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മേജർ സൈഡ് എഫക്റ്റും ഇതിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്രിയാറ്റിൻ കിഡ്നി ഡോസ് കൂടിയ പ്രശ്നമാവില്ലേ? ഡോസേജ്, കിഡ്നി പ്രോബ്ലം, കുറേ സംശയമുണ്ട് അല്ലേ? അതും വിശദാക്കാം. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.